ഇങ്ങനെ ഇരുന്ന് ഈ സ്ഥലം നമ്മൾ നിമിഷ നേരം കൊണ്ട് ഇത്രയും വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതൊരു കുപ്പി ഉപയോഗിച്ചിട്ട്. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നത് നോക്കാം. അതിനായിട്ട് ആദ്യം നമുക്ക് ഇതുപോലത്തെ ഒരു ബോട്ടിൽ വേണം. ഇങ്ങനത്തെ ഷേപ്പിലുള്ള ബോട്ടിൽ വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ ഇതെടുത്തതേ ഉള്ളൂ. ഇങ്ങനത്തെ ആണെങ്കിൽ കുറച്ചും കൂടെ നല്ലത്. ആദ്യം നമുക്ക് ഈ അടപ്പിൻ്റെ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ. അത് ഇത്ര നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു ഫോർക്കാണ് കേട്ടോ. ഇനി ഈ ഫോർക്ക് നമുക്ക് അടുപ്പി വെച്ചിട്ടൊന്ന് നല്ലപോലെ ഒന്ന് ചൂടാക്കി എടുക്കണം. ഒന്ന് പഴുപ്പിച്ചെടുക്കണം. നല്ല ചൂട് വേണം. എന്നിട്ട് ഈ കുപ്പിയുടെ അടിഭാഗത്ത് നേരെ ഈ കാണുന്ന പോലെ നേരെ ഇതേപോലെ തന്നെ ഒന്ന് ഹോൾ ഇട്ട് കൊടുക്കണം. ഇച്ചിരി വലിയ ഹോളായിരിക്കണം. ഒരുപാട് കുഞ്ഞു ഹോൾ വരാൻ പാടില്ല. നല്ല വലുതായിട്ട് തന്നെ ഇട്ട് കൊടുക്കണം. കട്ടായി പോയാലും കുഴപ്പമൊന്നുമില്ല. ഇതേപോലെ ഞാനൊരു 3 ലൈനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിതിൻ്റെ സൈഡിലും ഹോൾ ഇട്ട് കൊടുക്കണം. ഈ കാണുന്ന സൈഡിൽ ഇതേപോലെ ഒരു 3 വട്ടമെങ്കിലും നമ്മൾ ഇതേപോലെ ഹോൾ ഇട്ട് കൊടുക്കണം. 2 സൈഡിലും ഇട്ട് കൊടുക്കണം കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ഇതേപോലത്തെ നല്ല നീളമുള്ള ഒരു കമ്പാണ്. ഇനി വേണ്ടത് ആവശ്യത്തിന് ഈർക്കിൽ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നടുഭാഗത്ത് മാത്രമായിട്ട് ഈർക്കിൽ ഈ കാണുന്ന രീതിയിൽ ഇട്ട് കൊടുക്കണം. ഈർക്കിൽ അപ്പുറത്തെ സൈഡ് വരെ ഇറങ്ങണം. ആ രീതിക്ക് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. അങ്ങനെ നീളത്തിലുള്ള ആ നടുഭാഗം മാത്രം നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഇത്ര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്ത് വെച്ച ആ കമ്പ് ഇതേപോലെ ആ കുപ്പിക്കുള്ളിലേക്ക് കയറ്റി വെക്കണം. ഈർക്കിൽ മാറിപ്പോവില്ല. ഇനി ആ ഈർക്കിൽ ആ കമ്പിന് ചുറ്റിനും ഈ കാണുന്ന രീതിയിൽ പിടിക്കണം. ഇനി നിങ്ങൾക്ക് വള്ളി ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഇതുപോലെ ടേപ്പ് ഉപയോഗിച്ചോ നിങ്ങൾക്ക് ഒട്ടിക്കാം. ഞാനിപ്പോൾ ഇൻസുലേഷൻ ടേപ്പാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് വള്ളി ഉപയോഗിക്കാം, അല്ലെങ്കിൽ കെട്ടുകമ്പി ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് കെട്ടിയാൽ മതി. ഇനി ആ ബോട്ടിൽ കുറച്ചുകൂടെ താഴത്തേക്ക് ഇതേപോലെ ഇറക്കി വെച്ച് കൊടുക്കാം. ആ കമ്പിലേക്ക് കുറച്ചുകൂടെ താഴത്തേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. ഇനി ബാക്കിയുള്ള മൊത്തം ഈർക്കിലും സൈഡിലും എല്ലാ സ്ഥലത്തും ഇട്ട് കൊടുക്കണം. അപ്പം ആ കമ്പിൻ്റെ അടുത്ത് എത്തണം. നമ്മൾ ആ ടേപ്പ് ഒട്ടിച്ചേക്കുന്നതിൻ്റെ അപ്പുറം വരെ ആ ഈർക്കിൽ ഇറങ്ങണം. ഈ കാണുന്ന രീതിയിൽ ഇറങ്ങി നിൽക്കണം. ഇപ്പോൾ നമ്മൾ മുഴുവനായിട്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഭാഗം കൂടെ ടേപ്പ് ഉപയോഗിച്ച് തന്നെ കെട്ടിയെടുക്കാം. അല്ലെങ്കിൽ വള്ളി ഉപയോഗിച്ചാലും നല്ല മുറുക്കെ തന്നെ കെട്ടണം. ലൂസായി പോകരുത്. നല്ല ടൈറ്റിന് തന്നെ നമുക്കൊന്ന് ചുറ്റിയെടുക്കണം. ഇപ്പോൾ നമ്മൾ ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നിങ്ങൾ നോക്കിക്കോ എന്തുമാത്രം വീതി വന്നിട്ടുണ്ടെന്ന്. നല്ല വീതി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു ആണിയും കൂടെ വേണം കേട്ടോ. ഒരു ചെറിയൊരാണി. ഇതാ കുപ്പിയിലും ആ കമ്പിലും കൂടെ ചേർത്ത് വെച്ച് അടിക്കണം. നമ്മുടെ കുപ്പിക്കകത്തും കയറണം, ആ കമ്പിനകത്തും കയറുന്ന രീതിയിൽ നല്ലപോലെ ടൈറ്റായിട്ട് അടിച്ചു വെക്കണം. ഇനി നമ്മൾ മാറാലുള്ളൊരു സ്ഥലം തന്നെ നോക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല മാറാലുണ്ട്. ഇപ്പോൾ നിങ്ങൾ നോക്കൂ എത്ര പെട്ടെന്നാണ് ഒരു സൈഡിലെ മാറാല നമ്മൾ അടിച്ച് മാറുന്നത്. കണ്ടോ, നിമിഷ നേരം കൊണ്ട് ആ മൂലഭാഗത്തെ മാറാല മൊത്തം അടിച്ച് തീർന്നു. ഇതേപോലെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നിങ്ങളുടെ റൂമിനകത്താണെങ്കിലും അല്ലെങ്കിൽ പുറത്താണെങ്കിലും പെട്ടെന്ന് തന്നെ അടിച്ച് തീർക്കാൻ പറ്റും. ഈസി ആയിട്ട് അടിക്കാൻ പറ്റും. സംഭവത്തിന് വെയിറ്റ് എന്ന് പറഞ്ഞ സംഭവമില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. മറക്കാതെ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ അടുത്ത ദിവസം തന്നെ വരുന്നതായിരിക്കും.